ഞാൻ ഛത്തീസ്ഗഡിൽ 2 സീറ്റുകൾ തന്നെ അവർ നിലനിർത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇപ്പോൾ പുതുതായിട്ട് അധികാരത്തിൽ വന്നിരിക്കുന്ന സർക്കാരിന് അവിടെ ഒരു പോസിറ്റീവായ പ്രതിച്ഛായയുണ്ട്. അതുകൊണ്ട് തന്നെ നിശ്ചയമായും ആ പോസിറ്റീവായ പ്രതിച്ഛായ കണ്ടിന്യൂ ചെയ്യുന്നൊരു സ്ഥിതിയാണ് ഛത്തീസ്ഗഡിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് അതൊരു എന്താ പറയുക, ഒരു ജനപ്രിയ സർക്കാരായി തന്നെ പ്രവർത്തിക്കുന്നു. നാച്ചുറലി 2 സീറ്റുകൾക്കാണ് അവിടെ പരമാവധി സാധ്യത. അതായത് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന സീറ്റുകൾ 2019 ലഭിച്ച 2 സീറ്റുകൾ അത് പിന്നെ ഇന്ത്യ മുന്നണി നിലനിർത്താനാണ് സാധ്യത. 5 സീറ്റുകൾ എന്നുള്ളൊരു വലിയ വിജയത്തിലേക്ക് പോകാനുള്ള സാഹചര്യം ഞാൻ കാണുന്നില്ല. മധ്യപ്രദേശ് വലിയ കണക്കാണ് ഇന്ത്യ മുന്നണി പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. 28 സീറ്റുകളിൽ 27 സീറ്റും കഴിഞ്ഞ പ്രാവശ്യം BJP തൂത്തുവാരി വിജയിച്ചതാണ്. 1 സീറ്റ് മാത്രമാണ്, ചിന്ദ്വാഡ മാത്രമാണ് കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് ലഭിച്ചത്. അത് കമൽനാഥിനായിരുന്നു. കമൽനാഥ് വളരെ അൺപോപ്പുലറാണ് എന്ന് തെളിയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നിയമസഭയിൽ നമ്മൾ കഴിഞ്ഞ വർഷം അവസാനം കണ്ടത്. 20 വർഷം ഭരിച്ച സർക്കാർ അതിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടിയ തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു. അതായത് 4 വർഷം തുടർച്ചയായി ഭരണം ഉണ്ടായിട്ട് ഒരു ആൻറ്റി ഇൻകംബൻസിയും ഇല്ലാതെ വലിയ ഭൂരിപക്ഷത്തിൽ ഏതാണ്ട് 3-2 ഭൂരിപക്ഷത്തിനോട് അടുപ്പിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ ചരിത്രം സൃഷ്ടിച്ച പിന്നെ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഞാൻ അവിടെ ഈ പറയുന്ന 7 സീറ്റിനെ അനുകൂലിക്കുന്നതില്ല. പരമാവധി 2 സീറ്റാണ് ഞാൻ അവിടെയും പ്രതീക്ഷിക്കുന്നത്. ആ അർത്ഥത്തിൽ മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും കൂടി ഇന്ത്യ മുന്നണിക്ക് ലഭിക്കാവുന്ന സീറ്റ് എന്ന് പറയുന്നത് 4 സീറ്റുകളാണ്. അതായത് 28ഉം 10ഉം 11 സീറ്റല്ലേ ഛത്തീസ്ഗഡ് ആകെയുള്ളത്? 39 സീറ്റുകൾ അല്ലേ? അപ്പം 39 സീറ്റുകളിൽ കേവലം 4 സീറ്റുകൾ മാത്രമാണ് ഇന്ത്യ മുന്നണിക്ക് കിട്ടാൻ സാധ്യത. ബാക്കി 35 സീറ്റുകളും BJPക്ക് ഒപ്പം നിൽക്കും. എന്റേതും അതേ കണക്ക് തന്നെയാണ്. ഇപ്പോൾ മധ്യപ്രദേശ് നേരത്തെ പറഞ്ഞ പോലെ ഗുജറാത്ത് ആകുന്നു കമൽനാഥിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് തകർന്നടിഞ്ഞ ഒരു സംസ്ഥാനമാണ്. അവിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം BJP കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുമുണ്ട്. അപ്പോൾ അവിടെ വലിയ മാറ്റമുണ്ടാകാൻ പോകുന്നില്ല. മധ്യപ്രദേശിൽ 2 സീറ്റ് കോൺഗ്രസിന്, ഛത്തീസ്ഗഡിലും അതേ മാറ്റമുണ്ടാകില്ല. അവിടെ 9 BJP, കോൺഗ്രസ് 2 എന്നുള്ളതാണല്ലോ. ആ നിലയ്ക്ക് തന്നെ പോകും. റൈറ്റ്, ഓക്കെ, നമുക്കൊരു ചെറിയ ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലുമായി 39 സീറ്റുകളാണ്. മധ്യപ്രദേശ് ഹിന്ദി ഹാർട്ട്ലാൻഡാണ്. മറ്റൊരു ഗുജറാത്തായി മാറുന്നു എന്ന് മാത്രമല്ല 61% ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ പ്രകാരം മധ്യപ്രദേശിലെ വോട്ട് പെർസെൻറ്റേജ് BJPക്ക് അനുകൂലമായി സ്വിംഗ് ചെയ്തിരിക്കുന്നത്. 61% മറ്റൊരു ഗുജറാത്തായി മാറുകയാണോ മധ്യപ്രദേശ് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിനോടൊപ്പമാണ് കഴിഞ്ഞ തവണയുള്ള 1 സീറ്റെങ്കിലും നിലനിർത്താൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കഴിയുമോ എന്നുള്ള ചോദ്യം. ഒപ്പം മധ്യപ്രദേശിന്റെ തന്നെ ഭാഗമായിരുന്ന ഛത്തീസ്ഗഡിൽ 2 സീറ്റിനുമപ്പുറം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കടക്കുമോ എന്ന ചോദ്യം.